ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റില്ല, 8 മണിയാണ് എൻ്റെ രാവിലെ. ട്രെയിനിലൂടെ ഇങ്ങനെ പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. എനിക്ക് യാത്രകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രെയിനിൽ യാത്ര ചെയ്യാനാണ്, ബാക്കി എല്ലാത്തിനെക്കാട്ടിലും. അപ്പോൾ കൺമണി നല്ല ഉറക്കമാണ്, നേരം വെളുത്ത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുമല്ലോ, ഭയങ്കര ഉറക്കമാണ്. നമ്മൾ കായംകുളം എത്തിയിട്ടുണ്ട്. 11:30 ആയി നമ്മൾ കായംകുളം എത്താനായിട്ട്. അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗിയല്ലേ, എന്ത് രസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കായംകുളത്ത് വന്നതിന് ശേഷം കുറേ ബാഗുകൾ, എപ്പോൾ ബാംഗ്ലൂർ പോയാലും നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ 2 ബാഗും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 20 ബാഗും കാണും. അതുപോലെ ലഗേജാണ്. ഇപ്രാവശ്യം നമ്മൾ എല്ലാം കൊണ്ടുവന്നില്ല, ഞങ്ങൾ കുട്ടികളും കൂടെ ഉണ്ടായിരുന്ന കാരണം അവളെല്ലാ ബാഗും തന്നു വിട്ടില്ല. അവർ നെക്സ്റ്റ് മന്ത് ഓണത്തിന് നാട്ടിലോട്ട് വരുന്ന കാരണം കാറിൽ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. അപ്പോൾ അച്ഛനെ കണ്ട സന്തോഷത്തിലാണ് കൺമണിക്കുട്ടി. അങ്ങനെ കൂലിയുടെ അടുത്ത് നമ്മൾ ബാഗെല്ലാം കൊടുത്ത് അതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ കാറിലോട്ടാക്കി തന്നു പുള്ളി. അത് കാരണം ഇങ്ങനൊരു സർവീസ് ഉള്ളത് ഭയങ്കര ഉപകാരമാണ്. കാരണം ബാഗൊന്നും പൊക്കിക്കൊണ്ട് നടക്കണ്ട, എന്തൊരു വെയിറ്റാണ് എല്ലാത്തിനും. അപ്പോൾ എന്താ പറയുക, വീട്ടിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ്. കുറേ ദിവസമായില്ലേ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂർ വന്നു, അതിനുശേഷം നമ്മളിപ്പം വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുമ്മ അവിടെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നോക്കിയിരിക്കുകയാണ്. നാട് തന്നെയാണ് എപ്പോഴും ഭംഗി കാണാനായാലും ഒക്കെ. പക്ഷേ ആകെ ഒറ്റൊരു പ്രശ്നമേ ഉള്ളൂ, വന്നിറങ്ങുമ്പോഴത്തേനും അങ്ങോട്ട് ചൂട്. തണുത്ത കാറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ പുഴുങ്ങുന്ന പോലെ വേർത്ത ഒരു പരുവാവും. ബാംഗ്ലൂരിലെ ആ വെതറിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ഭയങ്കര സുഖമായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നപ്പോൾ നല്ല നമുക്ക് ആ ഒരു വേർക്കുന്നൊന്നുമില്ല, നല്ല സുഖമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂട്. അത് മാത്രമേ ഉള്ളൂ ആകെ ഒരു ഡ്രോബാക്ക് പറയാനായിട്ട്. ഇന്നലെയൊക്കെ എന്നാൽ നല്ല മഴയായിരുന്നെന്ന് പറഞ്ഞു, പക്ഷേ മഴ പെയ്ത ഒരു ഭാവവും ഇല്ല, അത്രയും ചൂട്. അപ്പോൾ അത്രയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.